ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എൻ സി ആർ ടിയിലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എങ്ങനെ പഠിക്കേണ്ടതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ സോ ലൈക്ക് കെമിസ്ട്രി, എൻ സി ആർ ടിയിലെ കെമിസ്ട്രി ഏറ്റവും നല്ല വൃത്തിക്ക് പഠിക്കണം. അതായത് എല്ലാ സെൻറ്റൻസും ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ കെമിസ്ട്രി ഒരു ചാപ്റ്റർ പോലും വിടാതെ എല്ലാ ലൈനും ഒരു എൻ സി ആർ ടി ടെക്സ്റ്റ് എടുത്ത് അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ ലൈനും എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കണം. ഓക്കെ, സോ കെമിസ്ട്രി എൻ സി ആർ ടി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഈ തിയറി ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ചില ചാപ്റ്റേഴ്സും ഓർഗാനിക് കെമിസ്ട്രിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ഈ പ്രോബ്ലംസൊക്കെയുള്ള ഫിസിക്കൽ കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സൊക്കെ ഇല്ല, ലൈക്ക് പ്രോബ്ലംസുള്ള ഞാൻ പറയാം പ്രോബ്ലംസുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, മറ്റേ ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് അതുപോലത്തുള്ള ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പ്രോബ്ലംസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. പക്ഷേ അതിലും എനിക്ക് തോന്നുന്നു കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ആ പോയിൻറ്റ്സ് എക്സാംസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓപ്ഷൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കും. ഓക്കെ, സോ അതെന്താ പറയുക, അപ്പം നമ്മൾ കെമിസ്ട്രി എൻ സി ആർ ടി ഫുൾ കംപ്ലീറ്റ് വായിച്ചിരിക്കണം. ഇപ്പോൾ വരെ നിങ്ങളൊന്നും വായിച്ചിട്ടില്ലെങ്കിലും ഇനിയെങ്കിലും നിങ്ങളെല്ലാം വായിച്ചിരിക്കണം. അത് ഫുൾ വായിക്കാതെ എക്സാം ഹോളിൽ കയറിയേക്കില്ല. സോ എൻ സി ആർ ടി മൊത്തം വായിക്കാം. ഒരു ദിവസം അരമണിക്കൂറെങ്കിലും കെമിസ്ട്രി എൻ സി ആർ ടി വായിക്കാനുള്ള നിങ്ങൾ ടൈം കൊടുത്തിട്ട് ഒരു ദിവസം അരമണിക്കൂർ, ഇനിയും തൊട്ട് ഒരു ദിവസം എല്ലാ ദിവസവും അരമണിക്കൂർ വീതം വെച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ വായിച്ചിരിക്കണം. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഫിസിക്സും മാത്തമാറ്റിക്സും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിസിക്സും കുറച്ച് തിയറി ഉണ്ട്. പക്ഷേ ലൈക്ക് ആ തിയറി കുറച്ച് ഫിസിക്സും തിയറി ഉണ്ട്. സോ ഫിസിക്സും പാർട്ട് 2ൻ്റെ 12th പാർട്ട് 2ൻ്റെ ടെക്സ്റ്റില്ലേ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചേക്കണം. പിന്നെ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റേഴ്സ്, പാർട്ട് 1 എനിക്ക് തോന്നുന്നു എൻ സി ആർ ടിയിൽ വായിക്കാനുണ്ട്. സോ ലൈക്ക് അതും നിങ്ങൾ വായിച്ചേക്കണം. ആൻഡ് എൻ സി ആർ ടിയുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് കുറച്ച് കുറേ കൂടെ കാൽക്കുലേഷൻ ബേസ്ഡ് ആണ്. അങ്ങനെ കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടൊന്നും നമ്മുടെ കീമിന് ചോദിക്കത്തില്ല. കീമിന് MCQs ഒക്കെയാണ് ചോദിക്കുന്നത്, ലൈക്ക് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണല്ലോ കീമിന് ചോദിക്കുന്നത്. സോ അത് വേറെ ലെവലാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ എൻ സി ആർ ടിയിലെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീമിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും എന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ദെൻ മാത്സ് എന്തായാലും ഞാൻ പറയട്ടെ, അതിൽ എൻ സി ആർ ടിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം അതേപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് വരാൻ പോണത്. അതും ചിലപ്പം ഒരു ലെവൽ ഹയർ ക്വസ്റ്റ്യൻസൊക്കെയാണ് വരാൻ പോണത്. ഓക്കെ, സോ മാത്സ് നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് എൻ സി ആർ ടിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് ഇപ്പം നിങ്ങൾ പഠിച്ച് തീരാറായി, സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഓക്കെ, ഈ സമയം PYQs MCQs കുറേ ചെയ്യാനുള്ള ടൈമാണ്. ഓക്കെ, ആൻഡ് ഗൈസ്, എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ നോട്ട്സ് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. ആൻഡ് ലൈക്ക് ഓക്കെ, ആൻഡ് ഇടയ്ക്ക് ഇങ്ങനെ പ്രോബ്ലംസൊക്കെ ഇടും. സോ അതൊക്കെ ചെയ്യണം. ആൻഡ് എനിക്ക് പ്രൈസ് എന്താ വേണ്ടത്? ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.